ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് ഞാൻ വീണ്ടും നമ്മൾ റമദാൻ ക്ലീനിങ്ങിൻ്റെ അടുത്ത പാർട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുന്നായിട്ട് ഞാൻ ക്രോക്കറി ഷെൽഫ് ക്ലീൻ ചെയ്യുന്നതിൻ്റെയും ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തത്തിലുള്ളൊരു ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്ലീനിങ് ടിപ്സും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുവെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ അതേ ക്ലീനിങ്ങും എല്ലാം വിചാരിച്ചുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പണിയൊക്കെ തീർക്കണമല്ലോ, കുക്കിങ്ങൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സിമ്പിളായിട്ട് പഴവും ബ്രെഡും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതാ ലഞ്ചിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഫ്രൈ ആണ് ആക്കുന്നത്. ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് കൊണ്ടുപോകും വേണം. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനും നമുക്ക് വീട്ടിൽ കഴിക്കാനും ഒക്കെ ഇന്ന് തന്നെയാണ് കേട്ടോ. കോളിഫ്ലവർ ഫ്രൈ ഉണ്ട്, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇങ്ങനത്തെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാ ബീഫൊക്കെ ഞാൻ രാവിലെ തന്നെ ഡീഫ്രോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ റെസിപ്പി ഒന്നും കാണിക്കണില്ല. ഇന്ന് ബീഫ് ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉമ്മ വിറകടുപ്പിൽ വെച്ചിട്ട് പുറത്ത് മൺകലത്തിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം ക്ലീനിങ്ങിന് പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മേലെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഞാൻ അടിക്കലും തുടക്കലും അങ്ങനത്തെ ക്ലീനിങ് ഒക്കെയാണ് ചെയ്യൽ. പിന്നെ ഇങ്ങനെ ഡീപ്പായിട്ടുള്ള കാര്യം പിന്നെ കുറേ നമുക്ക് ഒഴിവാക്കാനുള്ളതും ഇതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്യൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ടാവില്ല എന്തൊക്കെയായിരിക്കും. കാരണം ഇത് പഴയ വീടായതുകൊണ്ട് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് ഒഴിവാക്കാനായത്, ഇതൊക്കെ പിന്നെ ഉമ്മ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യലാണ്. അപ്പോൾ മേലെ ആവുമ്പോൾ അങ്ങനെ അധികം പഴയ സാധനങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കൊണ്ടുവന്ന വെച്ച ഐറ്റംസുകളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാലോ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ മേലെയാണ് ഞാനിപ്പോൾ ഇന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോണത്. അപ്പോൾ മൊത്തത്തിലൊന്ന് ഈ എന്താ പറയുക, റാക്കിൻ്റെ മേലെയും പിന്നെ ഈ കബോർഡിൻ്റെ മേലെയൊക്കെയാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയറ്റി വെക്കില്ലേ. പിന്നെ അത് അവിടെ ഇരുന്ന് മറക്കുകയും ചെയ്യും, അങ്ങനെ പൊടി പിടിച്ചിരിക്കും. ബാക്കി ഇപ്പോൾ അടിക്കലും തുടക്കലൊക്കെ നമ്മളെപ്പോഴും ചെയ്യണമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നും മേലേക്ക് നമ്മളെ കയ്യും കാലും ഒന്നും അങ്ങനെ എപ്പോഴും തട്ടൂലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ മേലേക്ക് തട്ടി ഒക്കെ എടുത്തപ്പോഴാണ് കേട്ടോ നല്ലൊരു ഗിഫ്റ്റ് ബോക്സ്. ഇത് അസക്ക് നമ്മൾ ഷാർജയിൽ നിന്ന് പോരുന്ന സമയത്തോളം ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ 2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അതിൽ ഏറ്റവും വലുതാണ്, നല്ല സൈസ് ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ മേലെ ഇരുന്ന് വെച്ചിട്ടുണ്ട്, റാക്കിൻ്റെ മേലെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നല്ലോണം പൊടിയൊക്കെ ഒന്ന് തട്ടിയതാണ്. നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കണം. ഇനിയിപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, നമുക്ക് മൊത്തത്തിൽ ജനലും വാതിലും ഒക്കെ ഒന്ന് തുടച്ച് അങ്ങനത്തെ ഒരു ക്ലീനിങ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ലിക്വിഡുകളാണ് ഇതിനൊക്കെ യൂസ് ചെയ്യണത് എന്നുള്ളതും പിന്നെ എൻ്റെ ഒരു ക്ലീനിങ് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ജനലുകളും വാതിലുകളും ഒക്കെ ഒന്ന് തുറന്നിടുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ മേലെ ആയതുകൊണ്ടും പിന്നെ ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നല്ല ചൂടാണ് ഉള്ളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊന്ന് കാറ്റും വെളിച്ചൊന്ന് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് തുറന്നിടുകയാണ് കേട്ടോ. ഇവിടെ പൊതുവേ ഞാൻ ജനലുകളൊന്നും അങ്ങനെ തുറക്കലില്ല. ഈ ഒരു റൂമിലുള്ള ഈ ഒരു ജനൽ മാത്രമേ എപ്പോഴെങ്കിലും ഒന്ന് തുറക്കലുള്ളൂ കേട്ടോ. വേറെ ജനലുകളൊന്നും തുറക്കലില്ല അവിടെ. അപ്പോൾ അങ്ങനെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് തുറന്ന് വെക്കുമ്പോഴായിരിക്കും അതിൻ്റെ സൈഡിലും ഒക്കെ ഉണ്ടാവും പൊടി. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷും കൊണ്ടൊന്ന് തട്ടി കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫാനും എല്ലാം ഒന്ന് വൃത്തിയാക്കുകയാണ്. ഫാനൊക്കെ പൊതുവേ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് ഇങ്ങനെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കലുണ്ട്. എന്നാലും നനച്ച് തുടച്ചാലാണ് നമുക്ക് നല്ലൊരു തൃപ്തി ആവുള്ളൂ അല്ലേ. പക്ഷേ എന്താ പറയുക, നമുക്ക് അങ്ങോട്ട് എത്തൂല, ഫാനുമൊക്കൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാൻ എത്തൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്രഷ് കൊണ്ട് ആക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മോപ്പ് വെച്ചിട്ട് ക്ലീൻ ആക്കണത്. പക്ഷേ നമ്മളടുത്തുള്ളതാണെങ്കിൽ ഈ സ്പിൻ മോപ്പാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നൂലൊന്നും തീരെ നീളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫാനുമൊക്കൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നതന്നെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ മേലെ ഏറ്റവും ഹൈറ്റിൽ വെച്ച കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് നമ്മളെപ്പോഴും ഇപ്പോൾ നോമ്പിൻ്റെ മുന്നേ ഇപ്പോൾ നമ്മളിതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നോമ്പായാലും നമുക്കിതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരൂലേ. അപ്പോഴൊക്കെ പിന്നെയും ചെയ്യാം. ഈ ജനലുമ്മലൊക്കെ
പൊടി എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് മാറാലയാണ് കേട്ടോ. മേലൊക്കെ ആ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് മാറാലകളാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നല്ലോണം ചൂലുകൊണ്ട് തന്നെ തട്ടി കൊടുക്കണം കേട്ടോ, എന്നാൽ തന്നെ ക്ലീൻ ആവണുള്ളൂ. പിന്നെ ഈ കമ്പിമലൊക്കെ ഉള്ള പൊടിയൊക്കെ പോകാനാണ് നൈലോണിൻ്റെ ബ്രഷും കൊണ്ട് നമ്മൾ തട്ടുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി ബെഡ്ഷീറ്റും കൂടി ഒന്ന് എടുക്കണം. അപ്പോൾ ബെഡ്ഷീറ്റ് ഞാൻ ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, കാരണം ഫാനൊക്കെ തട്ടുമ്പോൾ ഫാൻ ബെഡിൻ്റെ മേലെയാണ്, അപ്പോൾ നേരെ മേലെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫാൻ തട്ടുമ്പോൾ ബെഡ്ഷീറ്റിലേക്ക് പൊടിയൊക്കെ ചാടുമല്ലോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് എല്ലാം കൂടി എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കംപ്ലീറ്റ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പൊടിയൊക്കെ ഇങ്ങനെ തട്ടിയിട്ടേ ഉള്ളൂ, പൊടി മാറാല അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ക്ലീൻ ആക്കിയത്. അതിനുശേഷം കംപ്ലീറ്റ് ഒന്ന് അടിച്ചു വാരി ഇട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് നനച്ച് തുടക്കുക തന്നെ വേണം. നമ്മളെ ഈ ഒരു വിൻഡോ ഒക്കെ ആണെങ്കിലും ഡോറുകൾ, കട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലായിടത്തും നമ്മൾ നല്ലോണം ഒന്ന് നനച്ച് തുടക്കുക തന്നെ വേണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് മൊത്തത്തിൽ ഈ പൊടിയൊക്കെ ഒന്ന് അടിച്ച് കളയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം കൊണ്ട് കളി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പൊടിയൊക്കെ അവിടെ തന്നെ ഒട്ടിക്കലായിരിക്കും. കബോർഡുകളും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യലൊക്കെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ചെയ്തു വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഈ അടിക്കലും ഇങ്ങനത്തെ പൊടി തട്ടലും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ചതാണ്. കാരണം അത് നമ്മൾ നേരത്തെ ചെയ്താലും പിന്നെയും ഒരാഴ്ച കൊണ്ട് തന്നെ അതൊക്കെ റീസ്റ്റോർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ചതേനു കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിലുള്ളൊരു അടിച്ചുവാരൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ മിററുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ മിററുകളൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ലിക്വിഡ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളത്തിൽ 1 ക്യാപ്പ് ലൈസോൾ, ആ ലൈസോളിൻ്റെ ബോട്ടിലിൽ 1 ക്യാപ്പ്, ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ അതിൽ തന്നെ 1 ക്യാപ്പ് ലൈസോളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ സ്പ്രേയറിലാക്കിയിട്ട് നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ലോണം ക്ലീൻ ആവും കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക മിററുകളും പിന്നെ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ആക്കാൻ പറ്റും. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ. പിന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുകയും ചെയ്യും. ഇതന്നെയാണ് ഞാൻ സ്റ്റൗ ക്ലീൻ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യൽ കേട്ടോ. അപ്പോൾ അങ്ങനെ മിററൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇനി അടുത്തതായിട്ടാണ് നമുക്ക് ജനലും വാതിലുകളും ഒക്കെ ഒന്ന് തുടക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പുൽത്തൈലം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ പുൽത്തൈലത്തിനൊരു പ്രത്യേകത ഉണ്ട്, അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ലുണ്ടല്ലോ, കുറച്ച് ഒഴിച്ചാൽ തന്നെ നല്ല സ്മെല്ല് കിട്ടും. പിന്നെ ആ ഒരു സ്മെല്ലിന് നമ്മൾ ജനലുമ്പലും ഒക്കെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണിയിൽ ഇങ്ങനെ മുക്കിയിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ആ തുണി കൊണ്ട് ജനലും വാതിലൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഈ മാറാല പിടിക്കൂല അത്ര. കുറച്ച് ആ ഒരു സ്മെല്ല് ഉള്ളതുകൊണ്ട് ഈ ഇൻസെക്ട്സിനൊന്നും അങ്ങനെ അതിമ വന്ന് പിടിച്ചെടുക്കാൻ പറ്റൂല എന്നാ പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറാല വരുന്നതിനൊക്കെ കുറച്ച് താമസം ഉണ്ടാവും. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ മാറാലയൊക്കെ എത്ര പെട്ടെന്നാണ് വരുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാറാലയൊക്കെ അങ്ങനെ പെട്ടെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡിൽ മുക്കിയിട്ടുള്ള തുണി കൊണ്ട് തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ജനലുകളും വാതിലുകളും പിന്നെ കട്ടിലും എല്ലാം ക്ലീൻ ആക്കണത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നത്തെ കട്ടിലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിമ്പോൾ കുറേ വർക്കുകളായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢിത്തരാണ് അങ്ങനത്തെ കട്ടിലൊക്കെ വാങ്ങുകയെന്ന് പറഞ്ഞാൽ. കാരണം ക്ലീൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക. നല്ലോണം പൊടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പുതിയ കട്ടിൽ വാങ്ങിയപ്പോൾ മാക്സിമം ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് കട്ടിലേന് കേട്ടോ വാങ്ങിയിട്ടുണ്ട്, അതിന് തുടക്കാനൊക്കെ എളുപ്പമുള്ള മോഡൽ. അപ്പോൾ അങ്ങനെ നമ്മളെ വാതിലുകളും ജനലുകളൊക്കെ തുടക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് കാണിക്കണില്ല കേട്ടോ, ഈ തുടക്കുന്നതൊക്കെ സെയിം പ്രോസസ്സ് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അതിന് ശേഷം ഇനി ബാൽക്കണിയിലാണ് കേട്ടോ അടുത്ത പണി. ബാൽക്കണിയിൽ ഫുള്ളായിട്ടും ഓപ്പണായിട്ട് കിടക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൊടിയായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ എപ്പോഴും തുടക്കില്ല. ഞാനൊരു 3-4 ദിവസം കൂടുമ്പോൾ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ചൂലും കൊണ്ട് അങ്ങോട്ട് അടിച്ച് വൈപ്പ് ചെയ്തിടലാണ് കേട്ടോ. പിന്നെ അത് അവിടെ കിടന്ന് തന്നെ ഉണങ്ങിക്കോളും. അങ്ങനെ ചെയ്യൽ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് സോപ്പ് കലക്കിയ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നല്ലോണം അടിച്ച് കഴുകിയിട്ടുണ്ട്. അപ്പോഴാണ് നല്ലോണം ആ പൊടിയും ചളിയൊക്കെ ഒന്ന് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഇനി മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഈ തുടക്കുന്ന വെള്ളത്തിലും ഇതുപോലെ തന്നെ ഞാൻ പുൽത്തൈലം തന്നെയാണ് ആക്കിയിട്ടുള്ളത്. ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണല്ലേ പുൽത്തൈലത്തിന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പഞ്ഞിയിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ എന്തെങ്കിലും കുറച്ച് പുൽത്തൈലാക്കിയിട്ട് നമ്മളെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നമ്മൾ ഈ കബോർഡൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ആ ഒരു പുൽത്തൈലത്തിൻ്റെ. ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല പുൽത്തൈലത്തിൻ്റെ സ്മെല്ല്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുൽത്തൈലത്തിൻ്റെ സ്മെല്ല്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും തുടക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം ഞാൻ ജനലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിടുക. കുറേ നേരം അങ്ങനെ ഇട്ടാൽ തന്നെ മതിയാവും വീണ്ടും പൊടി കയറാൻ. കാരണം പുറത്തൊക്കെ ഈ അടുത്ത് തന്നെ റോഡും ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ കൂടുതലാണ് പൊടിയെന്ന് തോന്നലുണ്ട് കേട്ടോ എപ്പോഴും.
അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ കർട്ടനൊന്നും ഇപ്പോൾ ക്ലീൻ ആക്കണില്ല. കാരണം ഇതൊക്കെ കഴിഞ്ഞ നോമ്പിന് ഉമ്മ ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെച്ചതേനു. പിന്നെ കർട്ടനൊന്നും ഇട്ടിട്ടില്ലേനു കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ വന്ന് കുറച്ചൊക്കെ അതിന് ശേഷമാണ് പിന്നെ ഞാനിതൊക്കെ തപ്പിത്തെരഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ അധികം പൊടിയും ചളിയൊന്നും ആയിട്ടില്ല കർട്ടനിലൊന്നും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ചേഞ്ച് ആക്കണില്ല കേട്ടോ. പിന്നെ അതാ നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കണം. ബെഡ്ഷീറ്റ് ചുളിയാതിരിക്കാനും പിന്നെ എപ്പോഴും ഇങ്ങനെ ഒന്നായിട്ട് വലിച്ച് അങ്ങനെ എന്താ പറയുക നന്നാക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കുന്ന രീതിയിൽ ബെഡ്ഷീറ്റ് എങ്ങനെ ഇടാന്നുള്ളത് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളതിൻ്റെ ബെഡിന് പാകാക്കിയിട്ട് ഒരു ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ 4 സൈഡിലും ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫിറ്റാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബെഡിനൊരു ബെഡ് കവർ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെഡ്ഷീറ്റ് അങ്ങനെ പെട്ടെന്നൊന്നും ഇങ്ങനെ നീങ്ങൂല. നമ്മളിപ്പോൾ ഒരു ബെഡ് പ്രൊട്ടക്ടർ ഇട്ടിട്ടുണ്ട്, ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത്, അനാമൊക്കെ ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെ ബെഡ്ഷീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് അങ്ങനെ നീങ്ങൊന്നുമില്ല. പിന്നെ നമുക്കിങ്ങനെ ഇടയ്ക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് 4 സൈഡും ഒന്ന് വലിച്ചിട്ട് ഒന്നിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു റൂമിൽ ഒരു കട്ടിലും ബെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബെഡിൽ എന്തെങ്കിലും ഒരു തുണികളോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു പില്ലോ ഒക്കെ ഒന്ന് ഡിസോർഡറായി കിടക്കുക, ബെഡ്ഷീറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കിടക്കുക, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ റൂമൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിലൊരു വൃത്തികേടായി കിടക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അല്ലേ. ആ ബെഡാണ് ക്ലീനാക്കി തന്നെ മാത്രം മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് ആ റൂം നല്ല വൃത്തിയായ പോലെ തോന്നും ചെയ്യും അല്ലേ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു റൂമിലുള്ള ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബെഡ് എപ്പോഴും നീറ്റാക്കിയിട്ട് തന്നെ ഇടണം. അപ്പോൾ അതാ നമ്മളെ കാര്യമായിട്ടുള്ള ക്ലീനിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഉണ്ട് കേട്ടോ എനിക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനും പിന്നെ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കാം. പിന്നെ ഷോപ്പിങ്ങും എല്ലാം ഉണ്ട് റമദാന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ പിന്നെ കുട്ടികളെ റൂമിലും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഓരോ കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനും ഒക്കെയാണ്. അതൊക്കെ ഓരോ തന്നെ ചെയ്തോളും. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് എല്ലാം ഒന്ന് ഞാൻ ഡിസോർഡറാക്കിയിട്ടതൊക്കെ ഒന്ന് ഓർഡറാക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേർട്ടൻ ഉണ്ടല്ലോ, ഇങ്ങനത്തെ മോഡൽ കേർട്ടൻ അഴിച്ചെടുത്തിട്ട് വാഷ് ചെയ്യാമെന്നൊക്കെ ഞാൻ കണ്ടു. പക്ഷേ നമ്മൾ ഇത് വാങ്ങിയപ്പോഴും ഓരും പറഞ്ഞിരുന്നു കേട്ടോ നമുക്കിത് വാഷബിൾ ആണെന്നൊക്കെ. പക്ഷേ ഞാനിപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് അഴിച്ചെടുത്തിട്ടൊന്നും ഇല്ല. ജസ്റ്റ് പൊടിയൊക്കെ ഒന്ന് തട്ടി ആ ഒരു പുൽത്തൈലിട്ട വെള്ളം കൊണ്ടൊന്ന് തുടച്ചിട്ടേ ഉള്ളൂ കേട്ടോ. എന്നാൽ തന്നെ നല്ലോണം ക്ലീൻ ആണുണ്ട്. പിന്നെ അപ്പോൾ ഇത് പുതിയതാണ്, അപ്പോൾ അധികമൊന്നും പൊടിയൊന്നും ആയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനത്തെ ഒരു കേർട്ടൻ, ഇങ്ങനത്തെ കേർട്ടനുകളൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈഡിൽ ആ ഒരു കയറുണ്ടല്ലോ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, ആ കയർ എപ്പോഴും നമ്മൾ ഈ കേർട്ടൻ്റെ ബാക്കിലാകുന്ന രീതിയിൽ തന്നെ വെക്കണം കേട്ടോ. കാരണം അത് സൈഡിലേക്കൊക്കെ കിടക്കണുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അയിമ കളിക്കാനും പിന്നെ അത് കഴുത്തിലിട്ടിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെപ്പോഴും നമ്മൾ കുട്ടികളെ ശ്രദ്ധയിൽ വരാത്ത രീതിയിൽ ഈ കേർട്ടൻ്റെ ബാക്കിലേക്ക് ആക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയും ഫുഡ് കഴിക്കലും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നല്ല റിലാക്സ് ആയിട്ട് വന്നാണ് കേട്ടോ. ബാൽക്കണിയിലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണങ്ങിയോ എന്നൊക്കെ നോക്കാൻ. കണ്ട നമ്മളെ ഈ അടേന്യത്തിൽ പുതിയ പൂക്കൾ, പുതിയ മുട്ടും ഒക്കെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അടേന്യത്തിൻ്റെ സീസണാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് മാഷാല്ലാ. അപ്പോൾ ഒക്കെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്ലൈഡ് ഞാൻ പൊക്കി വെച്ചപ്പോൾ ചെറുതായിട്ട് പിന്നെയും വെള്ളം വീണിട്ടുണ്ട്. സാരില്ല, ഇനി നല്ല വെയിലല്ലേ, അതങ്ങനെ കിടന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കാൻ പോവുക. ഇതുവരെ ക്ലീനിങ് വർക്കൊന്നും കഴിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ടിപ്സും കാര്യങ്ങളും കൂടി ഒന്ന് ഉൾപ്പെടുത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി റമദാനിൻ്റെ പ്രിപ്പറേഷൻസ്, ഷോപ്പിംഗ്, മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.